നീ എന്തിനാ ഓടി വന്നത്? എന്തിനാ പാടിയത്? നീ കേൾക്കാൻ. അതാ ഞാൻ ഓടി വന്നത്. എന്റെ പാട്ട് കേട്ടാൽ നീ ഓടി വരുമോ? ഈ പാട്ട് കേട്ടാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഓ ആ, അതിരിക്കട്ടെ. നിനക്ക് എന്റെ കൂടെ വരാമോ? എന്നിട്ട് വിളിച്ചാലും വരും. ശരി. അപ്പൊ ഞാൻ ഈ സർവേ എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോ നിന്നെയും കൂട്ടിക്കൊണ്ടുപോയി നാട്ടിൽ വെച്ച് നിന്നെ ഞാൻ വിവാഹം കഴിക്കും. എന്നെ വിടൂ. നിൽക്കൂ. എന്നെ വിടൂ. എവിടെ പോകുന്നു? അവർ കാണട്ടെ. ഞാൻ നിന്നെ വിവാഹം ചെയ്യാനുള്ളതല്ലേ. എന്നെ വിടൂ, ഞാൻ പിന്നെ വരാം. ഒരു ചെറിയ സങ്കടം ബോധിപ്പിക്കാനുണ്ട്. എന്താ? സാറ് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രേമിക്കാൻ തുടങ്ങിയാൽ ആളെ കാവൽ നിർത്തിയിട്ട് പ്രേമിക്കാൻ പറ്റുമോ? കാടാണ്. ഓഹോ, അപ്പൊ കാടായാലും പ്രേമ അപകടമാണല്ലേ? ആ കാര്യം അപകടമാണ്. സാറും ആ കാട്ടാളത്തി പെണ്ണും കൂടെ സർവേ ചെയ്തോണ്ടിരിക്കുമ്പം ആ കാട്ടാളൻ ചുടലുമുത്തും അമ്പെടുത്തിങ്ങനെ നീട്ടി ഞങ്ങൾ അവനെ വെടിവെച്ച് വീട്ടിലെറിഞ്ഞ് കാര്യം അപകടമാകുമായിരുന്നു. ഓഹോ, ഐ എം താങ്ക്സ് മിസ് മേനോൻ. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. അപ്പോ ആ സർവേയും ഈ സർവേയും കൂടെ ഒരുമിച്ച് നടക്കട്ടെ. ചതിച്ചെന്നാ തോന്നുന്നത് ശങ്കരപ്പിള്ളേ. അല്ല സാറേ, ഈ കാട്ടിയാദിക്കാരി പെണ്ണിൽ ഇത്ര ഭ്രമിക്കാനെന്തിരിക്കുന്നു? അത് മാത്രവുമല്ല, അയ്യോ ഭയങ്കര മാന്തലല്ലേ, ഇതാൻ പറ്റത്തില്ല, മാന്തി പൊളിച്ചളയുന്നേ. മേനോ സാറിനെ എങ്ങനെ അറിയാം? അല്ല, എങ്ങനെ അറിയോന്ന് ചോദിച്ചാല് മാന്തി പൊളിക്കുമെന്ന് പറയായിരുന്നു. കാരണം ഈ കാട്ടിയാദി പെണ്ണല്ലേ, അതിന്റെ അർത്ഥം പറ്റുന്ന മൂളി